വാക്കുപാലിച്ച് പിണറായി സർക്കാർ പത്തനംതിട്ട ജില്ലയിൽ 268 കുടുംബങ്ങൾ കൂടി ഭൂമിയുടെ അവകാശികളായി. 100 വർഷത്തെ ഭൂതർക്കങ്ങൾ ഉൾപ്പെടെയാണ് ജില്ലാതല പട്ടയം മേളയിലൂടെ പരിഹാരമായത്. ഞങ്ങൾ 100 വർഷമായിട്ട് അവിടെ താമസിക്കുന്നവരാണ്. 100 വർഷമായിട്ട് ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് ഇതിനു വേണ്ടി ഒത്തിരി ഓടി നടന്നതാണ്. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് സാധിച്ചു. വളരെ സന്തോഷം. ഒരു നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിനാണ് വിരാമം ആയിരിക്കുന്നത്. 268 കുടുംബങ്ങൾക്കാണ് പത്തനംതിട്ടയിൽ നടന്ന പട്ടയമേളയിൽ പട്ടയം നൽകിയത്. അന്ന് വാങ്ങിച്ചൊരു അമ്മയുടെ വളരെ ചെറുപ്പകാലത്ത് തുടങ്ങിയതാ ഇതിൻ്റെ വേണ്ടിയിട്ടുള്ളൊരു ഓട്ടം. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു ഇടപെടലാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. ഭൂമിക്ക് അവകാശരേഖ നൽകുക എന്നുള്ളത്. പട്ടയ വിതരണത്തിൽ കോന്നി MLA ജനീഷ് കുമാർ, റാന്നി MLA പ്രമോദ് നാരായണൻ എന്നിവർ പങ്കെടുത്തു. ഒരു 3 തലമുറയും 2 തലമുറയും എല്ലാമായി കൈവശം വെച്ച ഭൂമിക്കാണ് പല സാഹചര്യങ്ങളിൽ പട്ടയം കൊടുക്കാൻ കഴിയാതെ പോയത്. റവന്യൂ വകുപ്പ് മന്ത്രിയുടെയും ഗവൺമെൻറ്റിൻ്റെയും സാധാരണ ജനങ്ങളോടുള്ള വലിയ സ്നേഹത്തിൻ്റെ ഭാഗമായി പട്ടയം ലഭിച്ചിട്ടുള്ളത്. ഈ സർക്കാർ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് ആരുടെ ഗവൺമെൻറ് ആണ് എന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരമാണ് ഇത് പാവങ്ങളുടെ ഗവൺമെൻറ് ആണ്. റാന്നി, കോന്നി നിയമസഭാ മണ്ഡലങ്ങളിലെ മലബണ്ടാറി വിഭാഗത്തിലെ 49 കുടുംബങ്ങളും ഭൂമിയുടെ സ്ഥിരം അവകാശികളായി. ജൂലൈ 21-നാണ് പത്തനംതിട്ടയിൽ ജില്ലാതല പട്ടയമേള നടന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.